പ്രധാനമന്ത്രി ഇന്ന് പറഞ്ഞതിൽ എനിക്കിതിൽ ഏറ്റവും പ്രധാനം എന്ന് തോന്നിയ കാര്യം അതാണ് കേട്ടോ. കേന്ദ്ര ആവിഷ്കൃത പദ്ധതികളുടെ ഗുണം കേരളത്തിലെ ജനങ്ങൾക്ക് കിട്ടാത്ത നിലയിൽ കേരളത്തിലെ സർക്കാർ ഇടപെടുന്നു എന്ന ഗുരുതരമായ ഒരു പ്രസ്താവന പ്രധാനമന്ത്രിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായി. അത് കഴിഞ്ഞ റൗണ്ടിൽ ബിജോയ് MLA അതിനെക്കുറിച്ച് പറയുകയും ചെയ്തു. അതിന്റെ ഭാഗമായി 5783 കോടി സംസ്ഥാനത്തിന് നഷ്ടം വന്നിട്ടുണ്ട് എന്നും അദ്ദേഹം പറഞ്ഞു. അപ്പോൾ പ്രധാനമന്ത്രി പറഞ്ഞ ഈ പദ്ധതികൾ ഏതൊക്കെയാണ്, അതിലേതിലൊക്കെയാണ് കേരള സർക്കാർ മുഖം തിരിഞ്ഞു നിന്നിട്ടുള്ളത്? അതൊന്ന് ജനങ്ങളെ അറിയിക്കേണ്ടേ നമുക്ക്? പറയൂ അതിനെക്കുറിച്ച്. പ്രധാനപ്പെട്ട മറ്റു കാര്യങ്ങളുമുണ്ട്. അദ്ദേഹം പറഞ്ഞ മറ്റു കാര്യങ്ങൾ എന്തേ നിങ്ങൾ ചർച്ച ചെയ്യാതെ പോകുന്നു? അദ്ദേഹം പറഞ്ഞ പ്രസംഗത്തിന്റെ തുടക്കഘട്ടം മുതൽ അദ്ദേഹം പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്. ശബരിമല സ്വർണ്ണക്കൊള്ള അദ്ദേഹം പറഞ്ഞിരുന്നു. എന്തേ നിങ്ങൾ കേട്ടില്ലായിരുന്നു? അദ്ദേഹം കേട്ടില്ല. ഞാൻ പറയട്ടെ, അദ്ദേഹത്തിന്റെ പ്രസംഗമാണല്ലോ ചർച്ച. അദ്ദേഹത്തിന്റെ പ്രസംഗമാണ് ചർച്ച. ഞാൻ പറയട്ടെ അസിതെ, നിങ്ങൾ മറുപടി ഉണ്ടെങ്കിൽ അത് നിങ്ങൾ പറയുന്നത് പോലെ വൺ വേഡ് ക്വസ്റ്റ്യൻ അല്ലല്ലോ. നിങ്ങൾ ചോദിക്കുന്നത് വൺ വേഡ് ക്വസ്റ്റ്യൻ അല്ല. അതുകൊണ്ട് എനിക്ക് വൺ വേഡ് ഉത്തരവുമില്ല. ഞാൻ ചോദിക്കുന്നത് ഇപ്പോൾ CPM-ന്റെ പ്രതിനിധി നിയമസഭാ അംഗം കൂടിയാണ്. അസിതെ നിക്ക്. ഞാൻ പറയട്ടെ, നിങ്ങൾ പറയുന്നത് കേൾക്കാനുള്ള മാന്യത കാണിക്കുന്നത്. ഞാൻ പറയട്ടെ, CPM-ന്റെ പ്രതിനിധി നിയമസഭാ സാമാജികൻ കൂടിയാണ്. അദ്ദേഹത്തിന്റെ ധനമന്ത്രി കോടതി പോയിരുന്നല്ലോ. അദ്ദേഹത്തിന്റെ മന്ത്രിസഭയിലുള്ള അംഗങ്ങൾ ഇവിടെ സമരം വരുന്നല്ലോ. അപ്പോഴൊന്നും ഇല്ലാത്ത തുക എന്തേ ഇപ്പോ വരുന്നു? ഇങ്ങനെ ദിവസങ്ങൾ കൂടുന്തോറും പലിശയ്ക്ക് കണക്കുകാരൻ പറയുന്നത് പോലെയാണ് കേരളത്തിലെ CPM നേതൃത്വം പറയുന്നത്. കോടതി പോയപ്പോൾ ഈ തുക ഇല്ലായിരുന്നു. കോടതി പോയപ്പോൾ ഈ തുക ഇല്ലായിരുന്നു. കോടതി പോയപ്പോൾ സാഷ്ടാംഗം ഞങ്ങൾ പുറത്ത് സെറ്റിൽമെന്റ് നടത്തിക്കൊള്ളാമെന്ന് പറഞ്ഞാണ് കേരളത്തിലെ ധനമന്ത്രി അടക്കം കോടതിയിൽ നിന്ന് സാഷ്ടാംഗം നമസ്കരിച്ച് കേരളത്തിന്റെ ഹൈവേ വികസനങ്ങളിൽ ഞങ്ങൾ ആശങ്ക പ്രകടിപ്പിക്കുന്നുണ്ട്. ഞങ്ങൾ പറയുന്ന കാര്യം നിങ്ങൾ കേൾക്കുന്നേ. നിങ്ങൾ എന്താ എല്ലാ കാര്യത്തിലും ഇടപെടുന്നത്? ഒറ്റ പദ്ധതി പറയൂ. കേന്ദ്ര ആവിഷ്കൃത പദ്ധതികളിൽ സംസ്ഥാന മുഖം തിരിഞ്ഞു നിന്ന് പ്രധാനമന്ത്രിയുടെ വാക്കുകൾ കടമെടുത്താൽ നിങ്ങളുടെ ട്രാൻസ്ലേറ്റർ സന്ദീപ് വചസ്പതി അദ്ദേഹം പറഞ്ഞ വാചകം ഇങ്ങനെയാണ്: കേന്ദ്രാവിഷ്കൃത പദ്ധതികളിൽ സംസ്ഥാനം മുഖം തിരിഞ്ഞു നിന്ന്, കേരളം മുഖം തിരിഞ്ഞു നിന്ന് ഇവിടുത്തെ ജനങ്ങൾക്ക് അതിന്റെ ഗുണം ലഭിക്കാതെ പോയ ഒരുപാട് പദ്ധതികളെ കുറിച്ച് പറഞ്ഞു. ഒരെണ്ണം പറഞ്ഞു തരൂ. അങ്ങനെയൊന്നും ഉണ്ടെങ്കിൽ കേന്ദ്രാവിഷ്കൃത പദ്ധതിയുടെ ഗുണം നമുക്കൊക്കെ അവകാശപ്പെട്ടതല്ലേ? എനിക്കും അഖിലിനും അവകാശപ്പെട്ടതല്ലേ? നമുക്കത് ചോദിച്ച് വാങ്ങണമല്ലോ. പറയൂ അഖിൽ, ഏതൊക്കെയാണ് ആ പദ്ധതികൾ? അതാണെന്ന് ഞാൻ പറഞ്ഞത്. നിങ്ങൾ പറയാൻ സമയം തരണ്ടേ? നിങ്ങൾ പറയൂ എന്ന് മാത്രം പറഞ്ഞ പോലെ പറയുന്നത് കേൾക്കാൻ കൂടിയുള്ള ബാധ്യത നിങ്ങൾക്കുണ്ട്. ഞാൻ ആവർത്തിച്ചു പറഞ്ഞു, ഞങ്ങൾക്ക് ഈ ഹൈവേ വികസനവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ഞങ്ങൾക്ക് ആശങ്കയുണ്ട്. കേരളത്തിൽ നടക്കുന്ന ഹൈവേ വികസന പ്രവർത്തനങ്ങളിൽ ഞങ്ങൾക്ക് ആശങ്കയുണ്ട്. അതുപോലെ തന്നെ ഈ നാട്ടിലേക്ക് എയിംസ് എന്ന് പറയുന്ന ആശുപത്രി വരണ്ടേ? ഇതുവരെ അതിനുള്ള ഭൂമി കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ള ഏതെങ്കിലും ഒരു നടപടിക്രമങ്ങൾ ഈ സംസ്ഥാന സർക്കാർ തെരഞ്ഞെടുത്തിട്ടുണ്ടോ? അല്ലെങ്കിൽ ഈ സംസ്ഥാന സർക്കാർ അതിനുള്ള ഏതെങ്കിലും തരത്തിലുള്ള ചർച്ച നടത്തിയിട്ടുണ്ടോ? അതൊക്കെ വരണ്ടേ? ഇതെല്ലാം ഞങ്ങൾ പറയുന്നത് ഒരു പദ്ധതി പ്രഖ്യാപിച്ചാൽ ഇത് ഭൂ വിരിയുന്നത് പോലെ അല്ലല്ലോ അസിതെ. ഒരു വികസന പദ്ധതി അല്ലെങ്കിൽ ഒരു പ്രഖ്യാപനം ഉണ്ടായാൽ ആ പ്രഖ്യാപനത്തെ നാട്ടിലെ ജനങ്ങൾക്ക് ഗുണപ്രദമാകുന്ന തരത്തിൽ കേരളത്തിന്റെ ഭൂമിശാസ്ത്രം അല്ലെങ്കിൽ ഭൂമിഘടന അനുസരിച്ച് എവിടെയാണ് നടപ്പിലാക്കാൻ പറ്റുക ആ സ്ഥലത്തേക്ക് പോകാൻ, ആ ജനങ്ങൾക്ക് അല്ലെങ്കിൽ ആ സുഖം ലഭിക്കുന്ന തരത്തിലേക്ക് ഒരു ആശുപത്രി വന്നാൽ, ആ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ വന്നാൽ സംസ്ഥാനത്തിന്റെ ഏത് ഭാഗത്തേക്ക് ആ ആശുപത്രിയെ കൊണ്ടെത്തിച്ചാൽ അവിടെ ജനങ്ങൾക്ക് ഗുണമാകും എന്നുള്ള കാര്യമല്ലേ ചർച്ച ചെയ്യേണ്ടത്? നിങ്ങൾ എല്ലാത്തിലും എന്തിനാണ്